ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി വ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കിവിടെ സുഖം തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ക്ലീനിങ് വീഡിയോ തന്നെയാണ്. ഒരു മോർണിംഗ് ക്ലീനിങ്ങിൻ്റെയാണ് കാണിക്കേണ്ടത്. അപ്പം അത് നമ്മുടെ ആറൊന്ന് നോക്കിക്കേ. അപ്പോൾ ഇത്രയും ദിവസം കണ്ട ആറാണോ ഇന്നത്തെ ഇതെന്ന് നോക്കിക്കേ. വെള്ളമൊക്കെ നന്നായിട്ട് കുറഞ്ഞ് ശാന്തമായിട്ട് ഒഴുകുന്നു നമ്മുടെ മീനച്ചിലാറ്. അപ്പോൾ 2 ദിവസം മുമ്പ് ഇതിൻ്റെ അവസ്ഥ എന്തായിരുന്നെന്നറിയോ? അപ്പോൾ ഇപ്പോഴും ശരിക്കുള്ള ലെവലിലോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ മഴയൊക്കെ കാരണം വെള്ളം കൂടുതലായിട്ട് തന്നെ കിടക്കുവാണ്. പിന്നെ റോട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് മാത്രം. അപ്പോൾ രാവിലെ നമ്മുടെ മോർണിംഗ് റൊട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ എണീച്ചിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് എല്ലാ ജോലിക്കും മുമ്പ് ആദ്യം തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ രാവിലെ ഒന്ന് ക്ലീൻ ചെയ്യും. നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ നമ്മുടെ എന്താ പറയുക, വാഷ് ബേസിൻ്റെ അടുത്ത് ആ മിറർ അതൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഇട്ട്, അപ്പോൾ എണീറ്റ് വന്ന് പല്ല് തേച്ച് ആദ്യം ചെയ്യണ പരിപാടി അതാണ്. നമ്മുടെ ഡൈനിങ് ടേബിൾ ശരിയാക്കലും അവിടെയുള്ള നമ്മളപ്പോൾ അവിടെ നിന്നുകൊണ്ട് മുഖമൊക്കെ വാഷ് ചെയ്യുമ്പോഴും അപ്പോൾ ഇതും കൂടി അത് തുടച്ച് അത് ക്ലീൻ ചെയ്തിടും. എന്നിട്ട് പിന്നെ ഞാൻ പോയിട്ട് പിന്നെ തുടച്ച് അടിച്ചു വാരി ഒന്ന് തുടച്ചിട്ടിട്ട് വിളക്ക് കത്തിക്കും. എന്നിട്ടാണ് പിന്നെ നമ്മൾ ശരിക്കും റൂമിലോട്ടൊക്കെ കയറി പിന്നെ നമ്മൾ ബെഡ് ക്ലീൻ ചെയ്യലും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ ഈ ജോലിയാണ് ആദ്യം തന്നെ നമ്മുടെ കഴിയുന്നത്. പിന്നെ നമ്മൾ അവിടെ ഒരു ടർക്കി പഴയത് മാറ്റി അവിടെ പുതിയൊരു ടർക്കി ഇട്ടേക്കും. ദിവസവും അത് മാറും. അപ്പോൾ നമ്മുടെ രാവിലത്തെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ തലേദിവസം നമ്മൾ വലുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ടേബിളായതുകൊണ്ട് നമുക്കത് നന്നായിട്ട് തുടച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും ഒരു ഭംഗി കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡൈനിങ് ടേബിൾ പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നില്ല, വിളക്കൊക്കെ കത്തിച്ചെല്ലാം കഴിഞ്ഞു. ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ ബെഡ്റൂമിൽ കയറിയിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തു. ഇപ്പോൾ വേറെ ഷീറ്റ് മാറ്റണമെന്നാണെങ്കിൽ ആ ഷീറ്റൊക്കെ മാറ്റി. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയതാണ്. അപ്പം പിന്നെ നമ്മൾ പുതക്കുന്ന ഷീറ്റാണെങ്കിലും അതും ബ്ലാങ്കറ്റ് അതൊക്കെ നന്നായിട്ടൊക്കെ വിരിച്ചൊന്നിടും. അപ്പോൾ ഇതൊക്കെ രാവിലെ ചിലപ്പോൾ ഞാൻ എൻ്റെ ബെഡിൽ എന്തായാലും എണീച്ച് പോരുമ്പോൾ തന്നെ അത് ഇപ്പോൾ എല്ലാം റെഡിയാക്കി ഇടും. അപ്പോൾ ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ നമുക്ക് മാറ്റേണ്ടതൊക്കെ കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ചെന്ന് ആ ബെഡ്റൂം കാണുമ്പോൾ തന്നെ ഒരു മനസ്സമാധാനമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ തന്നെ ഒരു ഇതാണ്. അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഇങ്ങനെ വിരിച്ച് പാമ്പ് പോലെ അതിങ്ങനെ കിടക്കും. ചിലപ്പോൾ അന്നായിരിക്കും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കയറിയും വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ നമ്മുടെ ബെഡ്റൂമൊക്കെ എല്ലാ ജോലിക്ക് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ടിരിക്കും. അപ്പോൾ ഇനി എനിക്ക് അപ്പുറത്തെ ഞങ്ങളുടെ കിടക്കണ റൂമിലാണ്. അപ്പോൾ അവിടെ എല്ലാം ക്ലീനാണ്. അപ്പോൾ ഇത് മാത്രം ഒന്ന് ഇതാക്കേണ്ട കാര്യമുള്ളായിരുന്നു, മര്യാദക്ക് വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അല്ലെങ്കിൽ ഞാനെല്ലാം ചെയ്തിടും. പിന്നെ നമ്മൾ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് വിരിച്ചൊക്കെ ഇടും. പിന്നെ മോൻ്റെ ബെഡ്റൂമാണെങ്കിൽ അവിടെ ഞാൻ അവനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അത് ചുമ്മാ അപ്പോൾ വൃത്തി കേടൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ നീറ്റായിട്ട് തന്നെ കിടക്കണേണ്. പിന്നെ 2 ബെഡ്റൂമാണ്. ഞാനും ഒന്നിൽ ഞങ്ങൾ കിടക്കും, ഒന്ന് മോളും കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി ഇടും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ജനലൊക്കെ തുടച്ച് ഒരു ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞേ ഉള്ളൂ.
എല്ലാ ജനലും എല്ലാം തുടച്ചതാണ്. അപ്പോൾ ഒരു ദിവസം ഇരുന്ന് നമ്മൾ അങ്ങനെയൊക്കെ എല്ലാ ജനലയും പിന്നെ നമ്മുടെ റൂമിലെ ഫർണിച്ചറും എല്ലാ സാധനങ്ങളും ഒരു ദിവസം തുടക്കും. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഡീപ്പ് ക്ലീനിങ് കഴിയും. പിന്നെ നമ്മൾ പിന്നെ പിറ്റേ ദിവസം തുടങ്ങി നമുക്ക് സാധാരണ പോലെ തന്നെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിക്കുക, അങ്ങനെയുള്ള ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഇടുക, അത്രയേ ഉള്ളൂ ജോലി. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ നമുക്ക് അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മുടെ ജോലികളൊക്കെ അങ്ങ് കഴിയും. അപ്പോൾ ആരെങ്കിലും വരുമ്പോഴും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട, വീടൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കണേന്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ. പിന്നെ ഇനി നമുക്ക് അടുത്ത ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അടിച്ചു വാരണം. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ രാവിലെ ചിലപ്പോൾ നമ്മളിപ്പോൾ സ്പീഡിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ റൂം മാത്രം അടിച്ച് വാരി ചിലപ്പോൾ തുടക്കാൻ ചിലപ്പോൾ സമയം കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ എല്ലാ ബെഡ്റൂമും തുടക്കാനും ഒന്നും സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ആ വിളക്ക് വെക്കണ റൂം മാത്രം ഒന്ന് അടിച്ച് വാരി തുടച്ചൊക്കെ ഇടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. നമ്മുടെ എന്താ പറയുക, ചെയർ ബാക്കൊക്കെ ഒന്ന് റെഡിയാക്കി ഇടും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനൊന്നുള്ള നേരം കിട്ടത്തില്ല. രാവിലെ പിന്നെ അമ്പലത്തിലൊക്കെ പോവും, പിന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ക്ലീനിങ്. അത് രാവിലെ തന്നെ ചെയ്തിടണം. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ച്, അപ്പോൾ നമുക്ക് അടിച്ചൊക്കെ കഴിഞ്ഞിട്ട് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി ജോലി കഴിയും. പിന്നെ എന്താ പറയുക, തുടക്കാനൊക്കെ സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ചും കൂടി ഇടുക. അതല്ലെങ്കിൽ നമ്മൾ അടിച്ചിട്ടാലും മതി. ഇപ്പം എല്ലാ ദിവസവും ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ തുടക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ ക്ലീൻ ആകാത്ത പോലെ നമുക്ക് വൃത്തികേടായിട്ടിരിക്കുന്ന ദിവസം വേണമെങ്കിൽ നമുക്കൊന്ന് തുടച്ചൊക്കെ ഇടാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര സമയം ഉണ്ടാക്കി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു വീട് വൃത്തികേടായിട്ടൊന്നും കിടക്കത്തുമില്ല. പ്രത്യേകിച്ച് നമുക്ക് ഈ വെള്ള ടൈലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ദിവസവും തുടച്ചേ മതിയാവും. അപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ പോയാലും നമുക്ക് ഇപ്പോൾ മഴയൊക്കെ ആയപ്പോൾ ആകെ ഇതായിരുന്നു. എത്ര ചവിട്ടി നമ്മളിട്ടാലും ശരി, മാറ്റിട്ടാലും നമ്മുടെ വീട് വെള്ള ടൈലിലോട്ടായിരിക്കും എല്ലാവരും കയറി. അപ്പോൾ എന്തായാലും നമ്മുടെ കാൽപ്പാടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ തുടക്കാണ്ട് പറ്റത്തില്ല ദിവസവും. പോരാത്തതിന് ഞങ്ങളുടെ സിറ്റ് ഔട്ടും കൂടി വെള്ളം ഇതായ കാരണം ഒരു രക്ഷയില്ല. ഇപ്പോഴാണ് ആലോചിക്കുന്നത്, സിറ്റ് ഔട്ടൊക്കെ വേറെ കളറായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇത് വൈറ്റ് ആകുമ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന സ്ഥലം നമ്മുടെ സിറ്റ് ഔട്ടാണ്, അതും വൈറ്റ്. അപ്പം നമുക്ക് എപ്പോഴും സിറ്റ് ഔട്ടും ക്ലീൻ ചെയ്ത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ബെഡൊക്കെ വിരിച്ചു, അതെല്ലാം റെഡിയായി. നമ്മുടെ ഡൈനിങ് ഹാളും ലിവിങ് റൂമും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടു. പിന്നെ ബാത്റൂമൊക്കെ ആണെങ്കിൽ നമ്മൾ കുളിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് കഴുകിയിടും. അപ്പോൾ പിന്നെ അത് നമുക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ടൈലിലൊരു കാര്യമുണ്ട്, എത്ര അടിച്ചാലും ശരി പിന്നെയും അടിക്കുമ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല പൊടി വരും. അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നല്ല ക്ലീനായിട്ട് വീട് കിടക്കുന്നുണ്ടല്ലോ. എനിക്കങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ തന്നെ എന്താ പറയുക, നല്ല നീറ്റായിട്ട് കിടക്കണമെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇതാണ്. ഇപ്പം എല്ലാം നീറ്റാണല്ലോ, ഇനി നമുക്ക് കിച്ചണിലോട്ട് കയറാം, അങ്ങനെയുള്ളൊരു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. രാവിലെ എല്ലാ ലിവിങ് റൂമും ഡൈനിങ് ഹാളും സിറ്റ് ഔട്ടും എല്ലാം ഒന്ന് റെഡിയാക്കി ഇടുക. ഞാൻ പറഞ്ഞില്ല, തുടക്കാൻ സമയമില്ലെങ്കിലും സാരമില്ല, ജസ്റ്റ് ഒന്നെല്ലാം അടിച്ചൊക്കെ ഒന്നിടുക.
അതാണ് മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞാലും ആൾക്കാർ ആരെങ്കിലും വന്നാലും കിച്ചണിലോട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ എന്തായാലും ഈ ഇത്രയും റൂം ക്ലീൻ ചെയ്തിടുക. ബെഡും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കൊട്ടി വിരിക്കുക. അപ്പോൾ രാവിലെ ഞാൻ മുറ്റമൊക്കെ രാവിലെ തന്നെ അടിച്ചായിരുന്നു. ഇപ്പോൾ ക്ലീനായിട്ട് കിടക്കണേണ്. ഇനിയിപ്പം മഴ കാരണം ഇപ്പം പൂക്കളൊന്നും ഇല്ലാണ്ടിരിക്കുക. പിന്നെ കുറേ ചട്ടിയൊക്കെ നമ്മൾ പൂക്കളുടെയൊക്കെ എടുത്ത് അവിടെ നിന്ന് മാറ്റിയിട്ടുമുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ കിച്ചണിലോട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയാണ് കേട്ടോ ഞങ്ങൾക്ക്. തന്നെ വീണ് ചക്ക പഴുത്തിട്ട് നമ്മളറിഞ്ഞില്ല പഴുത്ത് കിടക്കണേന്നൊന്നും. അപ്പോൾ അതേ നമ്മളിപ്പോൾ തലേ ദിവസം തന്നെ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്കധികം അങ്ങനെ വൃത്തികേട് ആയിട്ട് പാത്രങ്ങളൊന്നും കിടക്കുകയില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലും പാത്രമൊക്കെ രാവിലെ ഇപ്പോൾ ഉണ്ടായുള്ളൂ കഴുകാനൊക്കെ. അപ്പോൾ ഒരുപാട് പാത്രമൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരുപാട് സമയം പോകും നമ്മുടെ. അപ്പോൾ അടുക്കളയും എല്ലാം ക്ലീനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കൊണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പം നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.